വെളുപ്പിനെയോ 2 മണി 3 മണിക്കോ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാ. പിന്നെ അതിൻ്റെ കൂട്ടത്തിലാണ് ഈ ഓട്ടോ ഇല്ല, പെട്രോളിന് വിലക്കുമില്ല. വീട്ടിലാണെങ്കിൽ ഗ്യാസ് എടുത്തിട്ട് 4 ദിവസമായി. അവിടുന്ന് വെയിൽ ഉറയ്ക്കുമ്പോഴത്തേന് ഇവിടെ വന്ന് നോക്കിയിരിക്കും. ഇത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ചൂടെന്ന് പറഞ്ഞാൽ അപാത ചൂടാ. ഒരു സാധനങ്ങളും നമുക്ക് തുറന്നു വെച്ച് വിൽക്കാൻ പറ്റുന്നില്ല. എല്ലാ ആൾക്കാർ കാണത്തക്ക വിധത്തിലൊന്നും വെക്കാൻ പറ്റുന്നില്ല. ചൂട് കാരണം എല്ലാം അടച്ച് വെച്ചാണ് നമ്മൾ ഈ സാധനം മേടിക്കാൻ പോകുന്നവരടുത്ത് കടം മേടിച്ചുണ്ടായിരുന്നു. അവർക്ക് നമ്മൾ കൊടുക്കണം. ഇതെല്ലാം കൊടുത്തു വരുമ്പോഴത്തേക്ക് ഒന്നും കാണത്തില്ല കയ്യിൽ. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഇത് ഒന്നേന്ന് തുടങ്ങുകയാണ്. ഈ സമയത്ത് ഞങ്ങൾക്ക് വെള്ളം കൊണ്ടുവന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യത്തിന് നിങ്ങൾ നന്ദി പറയും. കിണറിനകത്ത് ഇപ്പം വെള്ളം കാണത്തില്ല. നേരത്തെ കുറേ ആയിരുന്നു, ഇപ്പം മഴയില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഇപ്പം കുറേ നമ്മുടെ മോളി വീട്ടിലത്തെ കിണറിനകത്ത് വെള്ളമില്ല. അല്ല, എനിക്ക് അറിയാം നിങ്ങൾ കൊണ്ടുപോകത്തില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞ കുഴപ്പമില്ല. ആഹാ, കണ്ണു തീർന്നു. ഇതിന്റെ പകുതി ചേട്ടനോട് കൊടുക്കാം. ഒരു ഗ്ലാസ് ചേട്ടൻ. നമസ്കാരം, RJ ജോബിയാണ്. ഇപ്പോൾ നാട്ടിലെ നല്ല ചൂടാ. അപ്പോൾ കുറച്ച് സമയത്തേക്കൊക്കെ നമുക്കൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ടൊക്കെ ഈ സ്ഥലത്തൊക്കെ ഞാൻ വന്നിരിക്കാറുണ്ട്. ഈ പൊരി വെയിലത്തും ഈ പുറത്തൊക്കെ ജോലി ചെയ്യുന്ന നമ്മുടെ ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവരിലേക്കാണ് എൻ്റെ ക്യാമറ കണ്ണും ഈ വീഡിയോയും പോകുന്നത്. അവരുടെ ഒരു ദിവസം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് TMM ഹോസ്പിറ്റൽ തിരുവല്ലയിലാണ്. അപ്പം ഇവിടെ കുറച്ച് നമ്മുടെ ഓട്ടോ സുഹൃത്തുക്കളും ഓട്ടോ ചേട്ടന്മാരൊക്കെ ഉണ്ട്. എങ്ങനെ പോകുന്നു ഇപ്പോൾ ഈ ഒരു സമയം? ഈ കൊറോണയുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ഒരു ഓട്ടോ എന്ന് പറയുന്നത് ഞങ്ങൾക്കില്ല. അതിൻ്റെ ഓട്ടോമേ ഇല്ല. ആരും വണ്ടിക്കകത്ത് കയറത്തില്ല. ഒന്നാമത്തെ കാര്യം പേടിയല്ലായിരുന്നു. ഇപ്പം വണ്ടിക്കകത്ത് പുതിയ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, നടുക്കൂടെ അതൊക്കെ കുറച്ച് നാളുണ്ട്. എന്തും പ്രയോജനമൊന്നുമില്ല അതിനെപ്പറ്റി. ഈ പെട്രോളിൻ്റെ വില കൂടുതലുകൊണ്ട് അത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പെട്രോളിൻ്റെ വില വർധന ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായ കാലം. ഈ കൊറോണ കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്രോളിൻ്റെ വിലയും പാചകവാതം ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വിലക്കയറ്റം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഞങ്ങൾക്ക് ഓട്ടോക്കാർക്ക് മാത്രമേ ഉള്ളൂ 25 രൂപ പഴയ റേറ്റ്. ഇപ്പോഴും ഞങ്ങൾ അതേ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അത് കൂട്ടാൻ പറ്റുന്നില്ല. ഇപ്പം മിനിമം ചാർജ് എത്രയാണ് വരുന്നത്? മിനിമം ചാർജ് 25 സർക്കാർ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അത് വെച്ച് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പം പെട്രോൾ വില അനുസരിച്ച് നോക്കുമ്പോഴത്തേക്കിന് ഞങ്ങൾക്കത് മുതലാകുന്നില്ല. പക്ഷേ കസ്റ്റമേഴ്സിനോട് അത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വളരെ താഴ്ന്ന ആൾക്കാരൊക്കെ, എല്ലാവർക്കും മറ്റുള്ളവർ വണ്ടികളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ബിലോ ആവറേജ് ഉള്ള ആൾക്കാരൊക്കെയാണ് ഓട്ടോ വിളിക്കുന്നത്. അപ്പം അത് വളരെ റെയറായിട്ടൊക്കെയാണ് നമുക്കിപ്പോൾ ഓട്ടോ തന്നെ കിട്ടുന്നത്. ഈ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് ഈ സ്റ്റാൻഡ് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ഫസ്റ്റ് വണ്ടി ഒരു മൂവ് ആവുന്നത്. അത് കിട്ടുന്നത് ചിലപ്പോൾ 30 രൂപയുടെ ഒരു ഓട്ടോ ആയിരിക്കും. പിന്നെ ടേൺ പിടിക്കുമ്പോഴത്തേക്കിന് തന്നെ 2-3 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് ഈ ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളിലൊക്കെയാണ്. ചൂട് ഒരുപാട് കൂടുന്നുണ്ട് ഇപ്പം കേരളത്തിൽ. അപ്പോൾ ചോദിക്കട്ടെ, ഇവരെ എങ്ങനെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് ചോദിക്കട്ടെ. ചേട്ടാ, എങ്ങനെയാണ് ചൂടിൻ്റെ ഈ ഒരു സമയത്ത് ചൂടിൻ്റെ എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ വെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെ തണുപ്പത്തോട്ടൊക്കെ മാറി നിൽക്കുക, അതേ ഉള്ളൂ. അതിനകത്ത് AC യോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇത് ഞങ്ങൾക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റുമോ? പിള്ളേരെ വളർത്തണ്ടേ, വീട്ടിലടിക്കണം. ഓണർക്ക് പൈസ കൊടുക്കണം. കൂലി വണ്ടിയാണ്, ഓണർക്ക് പൈസ കൊടുക്കണം. പിന്നെ ഞങ്ങൾ സഹിച്ചങ്ങ് നിൽക്കുക. ഞങ്ങളവിടെ രാവിലെ അവിടെ ഇരിക്കും, വൈകുന്നേരം ഉച്ച കഴിയുമ്പോൾ ഇവിടെ ഒക്കെ വന്ന് നിൽക്കും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിലാണ് ഈ ഓട്ടോ ഇല്ല, പെട്രോളിന് വിലക്കുമില്ല. വീട്ടിലാണെങ്കിൽ ഗ്യാസ് എടുത്തിട്ട് 4 ദിവസമായി. ഗ്യാസിന് വില കൂടുതൽ. 2000 രൂപ. അതെ, ഓയിലിന് വില കൂട്ടി. നിസ്സാര ഓയിലിന് അതിനും വില കൂട്ടി. ഓക്കെ, ഈ ഓട്ടോയുടെ ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ ഇപ്പം പുതിയ ഇലക്ട്രിക്കൽ ഓട്ടോകളൊക്കെ ഇറങ്ങുന്നുണ്ട്. നമുക്ക് അതിലേക്ക് മാറ്റാനായിട്ട് ഇപ്പം പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ? പെട്ടെന്ന് മാറ്റാന്ന് പറഞ്ഞാൽ ഞാൻ ഓടിക്കുന്ന വണ്ടി കൂലി വണ്ടിയാണ്. ഞങ്ങളെല്ലാവരും കൂലി വണ്ടിയാണ്. സ്വന്തം വണ്ടി ഉള്ളവർ തുച്ഛം പേരേ ഉള്ളൂ. അപ്പം നമുക്കങ്ങനെ ഓടിക്കാം. അതും പെട്ടെന്ന് നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് ഓണർമാരോട് ചോദിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് ഇപ്പം ഈ വണ്ടി ഇപ്പം ഓടിച്ച് മാറ്റി വെച്ചേച്ച് മറ്റേ വണ്ടി എടുക്കുമെന്ന് പറഞ്ഞ് ഓണറോട് പറഞ്ഞാൽ ഓണർ അത് സമ്മതിക്കുമോ? അപ്പോൾ ഓണറോട് ചോദിച്ചിട്ട് വേണം അതിനൊരു
തീരുമാനമെടുക്കാൻ. ഡെയിലി കൂലി എങ്ങനെയാ വരുന്നത്? ഇത് ഓരോ ഡെയിലി കൂടിയെന്ന് പറഞ്ഞാൽ നേരത്തെ 250 രൂപ വെച്ചാൽ ഞങ്ങൾ കൊടുത്തോണ്ടിരുന്നത്. ഒരു ദിവസം കൊറോണ വരുന്നതിന് മുമ്പ് ഒരു ദിവസം. ഇപ്പം നമ്മൾ കൊടുക്കുന്നത് ഓടുന്നതിനനുസരിച്ച് കൊടുക്കുക. അതായത് 100 ചിലപ്പം കൊടുക്കുന്നവരുണ്ട്, 120 കൊടുക്കുന്നുണ്ട്. ഓടുന്നതിനനുസരിച്ച് കൊടുക്കും. ചൂടിന്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കിന് ചൂടിപ്പം ഞങ്ങളുടെ സഖാവ് പറഞ്ഞ പോലെ ചൂടെന്ന് പറയുമ്പോഴത്തേനും ഞങ്ങൾ രാവിലെ വന്നുകൊണ്ട് അവിടെ കുത്തിയിരിക്കും. അവിടെ നിന്ന് വെയിൽ ഉറയ്ക്കുമ്പോഴത്തേനും ഇവിടെ വന്ന് നോക്കിയിരിക്കും. ഇതിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ചൂടെന്ന് പറഞ്ഞാൽ അപാത ചൂടാ. വെള്ളം കുടിച്ച് മടുക്കുക. ഇവിടെ എത്ര വർഷമായിട്ടുള്ള ഓട്ടോ സ്റ്റാൻഡ് ആയത്? ഇത് ഞങ്ങളിപ്പം 32 വർഷമായി. 32 വർഷമായിട്ടുള്ള ഓട്ടോ സ്റ്റാൻഡ്. അപ്പൊ ഈ വെള്ളം കുടിക്കാറുണ്ട്? ജലമാണ് കുടിക്കുന്നത്. ജലം രാവിലെ തൊട്ട് നല്ലപോലെ കുടിക്കുന്നുണ്ട്. കാര്യം വെച്ചാൽ ഇപ്പൊ ചൂട് സമയമല്ലേ, കുടിച്ചില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ പ്രശ്നത്തിനെ അത് ബാധിക്കുമല്ലോ. വെള്ളം എവിടെ നിന്ന് എടുക്കുന്നത്? ഞങ്ങളിപ്പോൾ പിരിവിട്ടിട്ട് നമ്മുടെ ഇവിടെ ഒരു വെള്ളത്തിന്റെ സംവിധാനം ചെയ്യാൻ പോവാ ഇവിടെ. ഇവിടെ ഞങ്ങൾ വെക്കാൻ പോവാം. അടുത്ത ആഴ്ച മിക്കവാറും അത് സ്റ്റാർട്ട് ചെയ്യും. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാക്കി തരത്തില്ല. കുടിവെള്ളമോ? കുടിവെള്ളത്തിന്റെ അങ്ങനെ കിട്ടത്തില്ല. അത് അങ്ങനെ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് ആരും ഇതുവരെ ഒരു തീരുമാനം ആക്കിയിട്ടുമില്ല. പക്ഷെ ഇനി ആ തീരുമാനം ആക്കണം എന്നുണ്ടെന്നൊരു അതിന് ഏതെങ്കിലും മാർഗം തേടിയെങ്കിലേ പറ്റത്തുള്ളൂ. ആൾക്കാർക്കുമല്ല, ഇതിൽ ഒരുപാട് ആൾക്കാർ ബസ് സ്റ്റോപ്പാണ്, അവർക്ക് കുടിക്കാനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്തു കൊടുക്കും. വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ പറയുന്ന ഫിൽറ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളിലും ഫിൽറ്ററുകൾ സ്ഥാപിച്ചിട്ട് അവിടെ നമുക്ക് ചൂടുവെള്ളം തണുത്ത വെള്ളം എന്നുള്ള രീതിയിൽ, അതായത് കാലാവസ്ഥ വരുന്നതിനനുസരിച്ച് ഇപ്പോൾ ചൂട് കാലമാണെങ്കിൽ തണുത്ത വെള്ളവും തണുപ്പ് കാലമാണെങ്കിൽ ചൂടുവെള്ളവും എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടെയും വന്നു ചേരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇനി എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ അണ്ണനും? പറയാനെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതേ ഉള്ളൂ. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഗവൺമെന്റ് നോക്കിയാൽ എന്തെങ്കിലും ഞങ്ങൾക്ക് സഹായം ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ബുദ്ധിമുട്ടില്ലല്ലേ, നമ്മളും അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകും. റേഷൻ കിറ്റൊക്കെ കിട്ടിയാണ് ഞങ്ങളെ പിടിച്ചത്. ഞങ്ങളെപ്പോലുള്ള പാവം പിടിച്ച ഓട്ടോറിക്ഷ തൊഴിലാളികൾ അതുകൊണ്ട് തന്നെ പിടിച്ചത്. അല്ലെ ഞങ്ങളുടെ കാര്യം വളരെ പരിതാപകരമായി പോയത്. എത്രത്തോളം നന്നായിട്ടുണ്ട്? അത് നന്നായിട്ടുണ്ട്. ഇതുപോലൊരു സർക്കാർ വേറെ ഇല്ല. നന്നായിട്ടുണ്ട്. അരി അത് വേണ്ട വിധം നല്ലപോലെ അത് വിനിയോഗിച്ചിട്ടുണ്ട്. എൻ്റെ കൂട്ടത്തിൽ ഒരു ചേച്ചി ഇവിടെ നിന്നിട്ട് മുട്ട വെക്കുകയാണ്. മുട്ടക്കടയാണ്. ചേച്ചിയോട് നമുക്ക് ചോദിച്ചറിയാം ഈ ഒരു ചൂടിൻ്റെ കാര്യങ്ങളൊക്കെ. നമസ്കാരം ചേച്ചി. എങ്ങനെയാണ് ഈ ഒരു ചൂടത്ത് ജോലിയും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? മുട്ട കച്ചവടം എങ്ങനെ പോകുന്നു? മുട്ട കച്ചവടം ഇടയ്ക്ക് കിട്ടുന്നുണ്ട്, വരുന്നുണ്ട്. ആൾക്കാർക്ക് ചൂട് കാരണം ആൾക്കാർ വെളിയിൽ ഇറങ്ങുന്നില്ലെന്നുള്ളതാണ് സത്യം. ചൂട് കാരണം അധികം പേര് ഇറങ്ങുന്നില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ നിന്ന് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് ഇത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ചൂട് കാരണം പറ്റുന്ന അപ്പുറത്ത് മാറി നിൽക്കുക. അവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ആൾക്കാർക്ക് കാണാൻ പറ്റുകയല്ല കടയിൽ ആളുണ്ടെന്നുള്ളതില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഈ ചൂട് കാരണം കച്ചവടം നമുക്ക് നടക്കുന്നില്ല അധികമായിട്ട്. ഒരു സാധനങ്ങളും നമുക്ക് തുറന്നു വെച്ച് വിൽക്കാൻ പറ്റുന്നില്ല. എല്ലാ ആൾക്കാർ കാണത്തക്ക വിധത്തിലൊന്നും വെക്കാൻ പറ്റുന്നില്ല. ചൂട് കാരണം എല്ലാം അടച്ച് വെച്ചാണ് നമ്മൾ നിൽക്കുന്നത്. മുട്ടയൊക്കെ കേടാവുന്നുണ്ട്. ചൂടാവുന്ന കാരണം കേടാവുകയാണ്. താറാമുട്ടയും നാടൻ മുട്ടയൊക്കെയാണ് ചേച്ചിക്കുള്ളത്. അതെ അതെ, എന്ത് വില വരുന്നത്? ഇത് നമുക്ക് താറാമുട്ട 10 രൂപ, നാടൻ കോഴിമുട്ട 8 രൂപ. തനി നാടൻ മുട്ടയാണ്. പക്ഷേ ഇതൊക്കെ അല്ലെങ്കിൽ ഒരു മുട്ടയിൽ 10 രൂപ ഇങ്ങനെ പോകും. ചൂട് കൂടി മുട്ട തന്നെ ഇരുന്ന് പൊട്ടുന്നുണ്ട്, പൊട്ടിപ്പോകുന്നുണ്ട്. പിന്നെ കേടാകുന്നുണ്ട്. മുട്ട അങ്ങ് ഇതായി പോവും, കലങ്ങി പോകുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇതുപോലെ ഈ ഒരു സമയത്ത് ഇന്നത്തെ എത്ര ഡിഗ്രി ആണെന്നറിയാം? ഇന്ന് ഏകദേശം 30 ഡിഗ്രിയോളം. ഇന്നത്തെ ചൂട് ഒട്ടും സഹിക്കാൻ പറ്റും. ഇന്ന് ഏറ്റവും കൂടുതൽ ഭയങ്കര ചൂടുള്ള ഒരു സമയമാണ്. പേരെന്നായിരുന്നു? എന്റെ പേര് സുഷമ്മ. അപ്പം ചൂടാണ്. കുടിക്കാൻ വെള്ളമൊക്കെ ഉണ്ടോ? ഉണ്ട്. അപ്പൊ നന്നായിട്ട് വെള്ളം കുടിക്കുക. അപ്പോൾ സേഫായിട്ടിരിക്കുക, ചൂട് അധികം കൊള്ളാതെ. ചേച്ചി അവിടെ അല്ലേ ഇരിക്കുന്നത്? അവിടെ തന്നെ ഇരുന്നു കേട്ടോ. വെള്ളം കുടിക്കുക നന്നായിട്ട്. ഓക്കെ, ബൈ.
എത്ര വർഷമായി ഈ സൈക്കിളിൽ പോകുന്നു? ഈ സൈക്കിൾ 2 വർഷമായി കാണും. 50 വർഷമായി. 50 വർഷമായിട്ട് സൈക്കിളാ. ഈ 50 വർഷമായിട്ട് ഈ അച്ഛൻ ഈ സൈക്കിളിൽ പോയി തന്നെയാണോ ജോലി ചെയ്യുന്നത്? ജോലിയില്ല. ജോലിയില്ല. പിന്നെ വീട്ടിലൊക്കെ നമ്മൾ ഈ വസീകരിക്കാൻ വല്ലതും ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ അരിയോ സാധനം മേടിക്കാൻ കാശ് തരുവാണെങ്കിൽ മേടിച്ചോണ്ട് കൊടുക്കുക. കളവി വീട്ടിലുണ്ട്. അമ്മച്ചിയുടെ പേരെന്നാ? അമ്മച്ചിയുടെ ചെല്ലമ്മ. അച്ഛൻ്റെ പേരെന്നാ? മാധവൻ. ചൂടിനകത്ത് ഇപ്പോൾ ചൂട് അതിഭയങ്കരമായിട്ട് പ്രവർത്തിക്കുന്നു. അതിഭയങ്കരമായിട്ടാണ്. അപ്പൊ ഈ സമയത്ത് വെള്ളം കുടിക്കുന്നുണ്ടോ? വെള്ളം എവിടെ നിങ്ങൾ കുടിക്കാം? എനിക്കിപ്പോ പ്രായമേ 74. 74 വയസ്സായി. വേറെ കാര്യമുണ്ട്, നമ്മൾ രോഗശൈലി കിടക്കാത്ത തമ്പുരാന്റെ കരുണയാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, പണ്ട് മുതലുള്ള ശീലമായിരിക്കാം ചെരുപ്പ് എന്നാ ഇടാത്തെ? ചെരുപ്പ് ഇടാൻ സൈക്കിളായിട്ട് വല്ല ഉണ്ടായിരുന്നേ. പറയട്ടെ, രാവിലെ രാത്രി 2 മണിക്ക് 3 മണിക്ക് എഴുന്നേറ്റ് പോകുമ്പോൾ ഞാൻ നീലത്തോടത്തില്ലും. അവിടെ ചെന്ന് എന്നെ കാത്ത് 2 തൊഴിലാളികൾ അവിടെ നിൽക്കും, ഒരു കാളയായിട്ട് 100 കിലോ മിൻസുള്ള കാളയായിട്ട്. ആ കാളയെ കൊണ്ട് 6 കരയ്ക്കൊണ്ട് അറുത്ത് ഒളിച്ച് വെട്ടിക്കരി 9 മണിയാകുമ്പോൾ 40 ഇറച്ചുകൊണ്ട് അടുത്തായി പോകുന്നുണ്ടോ? അതിന് നേരെ വെക്കുക ഷാറാ. ആറിൻ്റെ കരയ്ക്ക് 40 മുറിയുള്ള ഒരു 16 മുറിയുള്ള ഒരു ഷാപ്പാണ് പണിതിരിക്കുന്നത്. തള്ള കൂടിയിട്ട് വിറ്റയിരിക്കുന്നത്. 40 ഇറച്ചി കൊടുത്തേച്ച് കാശും കിട്ടുവാണെങ്കിൽ പോരുവാണെങ്കിൽ സങ്കടമില്ല. 4 മണിക്കാണ് കാശ് കിട്ടുന്നത്. വൈകുന്നേരം 4 മണിക്ക്. രാവിലെ വെളുപ്പിനെ ഇറങ്ങിയിട്ട് വൈകുന്നേരം വെളുപ്പിനെയോ 2 മണി 3 മണിക്കോ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പനമ്മയും പോയിട്ടുണ്ട്. അപ്പം ചെരുപ്പിടാറില്ല. ചെരുപ്പില്ല. സൈക്കിളേറ്റം അറിയാവുന്നതുകൊണ്ട് ചെരുപ്പിടത്തില്ല. ചെന്നും ഇപ്പൊ ഈ കൊറോണ ആയതുകൊണ്ടേ ഈ കൊറോണയുടെ ഇതൊക്കെ എങ്ങനെയുണ്ട് അച്ഛന്? കൊറോണ ഞാൻ ഒന്നും പേടിക്കാനില്ല. പ്രാർത്ഥിച്ച് ശാസിക്കും അവനെ. തൊടത്തില്ല. തമ്പുരാൻ മേലിലുണ്ട്. ഞങ്ങൾ ഭൂമിയിൽ നിന്ന് താണിരുന്ന് സ്തുതിക്കും. അവൻ നമ്മളെ കാത്തുരക്ഷിക്കും. തമ്പുരാൻ രക്ഷിക്കുന്നു. ആകാശവും ഭൂമിയും സകല ജീവജാലങ്ങളും എന്നെ സ്തുതിക്കട്ടെ തമ്പുരാൻ വാക്തത്വം ചെയ്തിരിക്കുന്നത്. ഞാനാ സൃഷ്ടാവും തമ്പുരാൻ, നമ്മളാരുമല്ല. അവനെ സ്തുതിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ലെന്നാണ് ബൈബിൾ വിധിയിരിക്കുന്നത്. ഇപ്പൊ ചൂട് ഭയങ്കര കൂടുതലല്ലേ? അപ്പൊ വെള്ളം കുടിക്കണം ധാരാളം കേട്ടോ. വെള്ളം ഇനിയിപ്പോ പോയി വെള്ളത്തിലൂടെ വീഴിയല്ലേ? അതേത് വെള്ളമാ? തോടിലെ വെള്ളം. അതാണോ? ഞാൻ വിചാരിച്ചു വേറെ വല്ല വെള്ളമായിരിക്കും. കുടിക്കത്തില്ല. മിടുക്കൻ. അപ്പൊ അത് കുടിച്ചേച്ച് പ്രാർത്ഥിക്കാനിരിക്കത്തില്ല. ബുദ്ധിമുട്ടല്ലേ? പ്രാർത്ഥിക്കത്തില്ല. ഞാൻ ഭയങ്കര വിശ്വാസിയാ കേട്ടോ, കഠിനമായ വിശ്വാസിയാ. എന്താ പറയാ, അടിപൊളി. അച്ഛനെ പോലുള്ള കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോ ഈ നാട് തന്നെ ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. ഓക്കെ, ഇനിയിപ്പോ എങ്ങോട്ടാ പോകുന്നത്? കൊട്ടാരത്തിലേക്ക്. വീട്ടിലേക്ക്. കൊട്ടാരം എന്ന് പറയുന്നത് ശരി. 2 മുറി കൊച്ചു വീടാ. 2 മുറിയുള്ള കൊച്ചു വീടാ. അതിന് വീട്ടിൽ പേരിട്ടിരിക്കുന്ന കൊട്ടാരം എന്നാ, പിന്നല്ല. എന്റെ പപ്പ മത്തായി എന്നായിരുന്നു അച്ഛന്റെ പേര്. പപ്പയുടെ പേര്. പപ്പ മരിക്കാൻ നേരത്ത് പറഞ്ഞു, ദൈവ ഇഷ്ടം ചെയ്തോളണം. ദൈവ ഇഷ്ടം ചെയ്തോളണം. ദൈവ ഇഷ്ടം നിറവേറ്റിക്കോണം. ദൈവ ഇഷ്ടം നിറവേറ്റിക്കൊണ്ടിരിക്കുകയല്ലേ ഇപ്പോഴും? തീർച്ചയായിട്ടും. അടിപൊളിയാവട്ടെ. അപ്പോൾ എന്തായാലും എനിക്ക് വേണ്ടി മോൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് 2 വാക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉറപ്പായിട്ടും പ്രാർത്ഥിച്ചേക്കാം കേട്ടോ. എൻ്റെ പേര് ജോബി. അത് ക്രിസ്റ്റി. പറയട്ടെ, എൻ്റെ പേര് ദാനിയേൽ എന്നാണ്. ഡാനിയേൽ അച്ഛന് വേണ്ടിയിട്ട് ഞാൻ ഇന്നുപോലെ പ്രാർത്ഥിച്ചേക്കാം. ചെറിയ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വീണ്ടും ഒരു ചെറിയ ചായക്കടയിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ അച്ചായനാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എന്താണ് ഈ ഒരു ചൂട്, എങ്ങനെയാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നത്. എൻ്റെ പേര് രാജൻ ജെയിംസ് എന്നാണ്. രാജൻ. ഇവിടെ എത്ര നാളായി ഇപ്പോൾ ഇവിടെ കച്ചവടം? ഇവിടെ ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരു വർഷത്തിന് മേളിലായി. 1 വർഷത്തിന് മേലെ. എങ്ങനെയുണ്ട് ഞാൻ ചോദിക്കട്ടെ, കൊറോണ വലിയ ഇതായിട്ട് പോയെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒന്നല്ലേ. കാരണം വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ നേരത്തെയൊക്കെ എന്ന് പറയുന്നത് നല്ല രീതിയിൽ കച്ചവടം ഉണ്ടായിരുന്നൊരു പ്രസ്ഥാനം ഇന്ന് വളരെ തുച്ഛമായ ഒരു 1500 രൂപയുടെ ലെവലിലേക്ക് വരുന്ന രീതിയിൽ കച്ചവടം മാറി എന്നുള്ളതാണ്.
ചേട്ടന്റെ കുടുംബം ഇതുകൊണ്ട് മാത്രമാണ് കഴിയുന്നത്? ഇതുകൊണ്ട് മാത്രം. 3 പിള്ളേർ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇത് കിട്ടുന്ന വരുമാനം കൊണ്ട് സാമ്പത്തിക ബാധ്യത കൊറോണയിൽ വളരെ ബുദ്ധിമുട്ടായിട്ട് മാറിക്കഴിഞ്ഞു. ചോദിക്കട്ടെ, ഗ്യാസിന്റെ വില ഉൾപ്പെടെയുള്ള ഗ്യാസിന്റെ വില എന്ന് പറഞ്ഞാൽ 2000 രൂപയായി. ഒരു കുട്ടി ഇവിടെ വരണമെങ്കിൽ 2000 രൂപയാണ്. 2000 രൂപ. അത് നിൽക്കുന്നത് 5 ദിവസമേ ഉള്ളൂ. 5 ദിവസത്തേക്കാന്ന് പറയുമ്പോൾ ഇവിടെ ഗ്യാസ് എല്ലാം കൂടെ കത്തി നിൽക്കും. ഈ സ്റ്റൗ എപ്പോഴും കത്തി നിൽക്കണം. എണ്ണപ്പലകാരമാണ്. ചെറുകടിയാണ് കൊടുക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 7 മണി വരെയാണ് ഈ പരിപാടി. അപ്പോൾ ഈ പരിപാടിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിലവാരത്തിൽ ചിലവ് മാത്രമേ ഉള്ളൂ. വരുമാനമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ. ചോദിക്കട്ടെ, അപ്പം പാലിന്റെ വില എല്ലാത്തിന്റെയും ഇങ്ങനെ കൂടി വരുന്ന ഒരു സമയമാണ്. അതെ, വില വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലാത്തതാണ്. നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോഴത്തേക്ക് ബിസിനസ്സിന് നമുക്ക് ലാഭം കിട്ടണം. പക്ഷെ ഇത് ലാഭം ഇല്ല. ഇപ്പം ഈ കൊറോണയെ സംബന്ധിച്ച് വരുമ്പം കസ്റ്റമറും കുറവാണ്. ഇപ്പം നേരത്തെയൊക്കെ എല്ലാവരും വന്ന് പാഴ്സലൊക്കെ മേടിച്ചുകൊണ്ട് പോകുമായിരുന്നെങ്കിലും ഇപ്പോൾ അതിൻ്റെ ഇല്ല. ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഫ്രണ്ട്സുകളും അറിയാവുന്ന സുഹൃത്തുക്കളൊക്കെ ആയതുകൊണ്ട് അവർ പിന്നെ നമ്മളെ ഒഴിവാക്കാൻ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ട് അവർക്ക് ഇവിടെ തൊട്ടടുത്ത് പോയി കടയുണ്ട്. എന്നാലും അത് നമ്മളെ ഒരു സഹോദരനല്ല എന്ന് വിചാരിച്ചുകൊണ്ട് വന്ന് നമ്മളെ സഹായിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പം റോഡിലാണ് കച്ചവടം ചെയ്യുന്നത്, അതായത് വഴി സൈഡിലാണ്. അപ്പം ചൂടിന്റെ കാര്യം ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ചൂട് മാറിക്കൊണ്ടിരിക്കുക. ഇത് 1 മണിക്ക് ഞാൻ ഇവിടോട്ട് വന്ന് കയറി കഴിച്ച് കഴിയുമ്പോൾ പിന്നെ വേർത്ത് എപ്പോഴും ഒഴുകി നിൽക്കുന്ന ഒരു സമയമാണ്. ഒരു 10 മണി തൊട്ട് 3 മണി വരെയുള്ള സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കുന്നത്. ഇപ്പോഴും നല്ല ചൂടാണ്. ഈ സമയം നല്ല ചൂടാണ്. ഇതുപോലെ വേർത്ത് നിൽക്കുന്ന കണ്ടില്ലേ? പിന്നെ നമ്മളെപ്പോഴും ഈ നാപ്കിനെല്ലാം വെച്ച് തുടയ്ക്കുന്നതുകൊണ്ട് അറിയാതെ പോകുന്നു. തീക്കകത്താണ് നിൽക്കുന്നത്. ചൂട് നിൽക്കാൻ പറ്റത്തില്ല. ഈ ചൂട് സഹിക്കാൻ പറ്റത്തില്ല. നമുക്ക് ചൂട് എങ്ങനെയെങ്കിലും സഹിക്കാം. സാമ്പത്തിക വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും. ഇത് രണ്ടും ഇല്ല. അതിനിടയ്ക്ക് ഈ ചൂടും കൂടെ അതുകൊണ്ട് തീ വിള്ളുന്ന വിലയും കൂടെയാണ്, ഗ്യാസിനും കൂടെ. ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആകപ്പാടെ വൈകിട്ട് വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. കാരണം നമ്മൾ വാങ്ങിച്ചവർക്ക് കൊടുക്കണം. ഈ സാധനം മേടിക്കാൻ പോകുന്നവരടുത്ത് കടം മേടിച്ചുണ്ടായിരുന്നു, അവർക്ക് നമ്മൾ കൊടുക്കണം. ഇതെല്ലാം കൊടുത്ത് വരുമ്പോഴത്തേക്ക് ഒന്നും കാണത്തില്ല കയ്യിൽ. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഇത് ഒന്നേന്ന് തുടങ്ങുകയാണ്. വെള്ളം കൊണ്ടുവന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യത്തിന് നിങ്ങൾ നന്ദി പറയും, അനുമോദിക്കും. വെള്ളമാണ് ഇപ്പോൾ ആവശ്യം. ഏറ്റവും ആവശ്യം വെള്ളം കിട്ടാതെ എത്രയോ സ്ഥലങ്ങളിൽ എത്രയോ ആൾക്കാർ അലഞ്ഞുകൊണ്ടിരിക്കുക. വെള്ളം കിട്ടാതെ ഒരുപാട് സ്ഥലങ്ങളിൽ. ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് പോയിട്ടാണെങ്കിൽ വെള്ളമില്ലാതെ അവർ ആകപ്പാടെ കഷ്ടപ്പെടുക. കിണറ്റിലെ കാടിവെള്ളം അടിച്ച് ശുദ്ധീകരിച്ച് അവരെടുക്കുന്നത്. അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല മനുഷ്യൻ വെള്ളത്തില്ല കഴിയും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ എത്താവുന്നിടത്തോളം സ്ഥലങ്ങളിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വെള്ളം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അവരെ കഴിയുന്നത് അവർ ചെയ്യുന്നുണ്ട്. പിന്നെ മനുഷ്യൻ പല രീതിയിൽ പറയുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. മനുഷ്യൻ പറയുന്നത് വെച്ചാൽ അവര് നല്ല ചെയ്യുന്നില്ല, അവർ ഇവിടെ ചെയ്ത് കള്ളത്തരമാണ്, അവര് അങ്ങനെ മോട്ടിക്കുന്നു ഇങ്ങനെ മോട്ടിക്കുന്നു, അവര് മറ്റു രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നൊക്കെ മനുഷ്യൻ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇല്ല. അവർ സത്യസന്ധമായ രീതിയിൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് മനുഷ്യന് വേണ്ടിയ രീതിയിലുള്ള കാര്യങ്ങൾ, നന്മയായിട്ടുള്ള കാര്യങ്ങൾ നല്ലതായിട്ട് ചെയ്യുന്നു. ഇതൊരു ഗവൺമെന്റ് അല്ല, ഇത് ഞങ്ങള് എന്നല്ല പറഞ്ഞ് ഞാനങ്ങ് പറയുക. അപ്പൊ അതുപോലുള്ള സാഹചര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വെള്ളത്തിന് അതെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ ഇപ്പൊ വന്ന് ഞങ്ങൾക്ക് വെള്ളം തന്നതിന് ഞങ്ങൾ ചെയ്തതിന്റെ കാര്യം ഇപ്പൊ ചൂട് കൂടുതലാണ്. അതാ പറഞ്ഞത്. അതിന്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ വന്ന് ഞങ്ങൾക്ക് ഈ വെള്ളം തന്നതിന് നിങ്ങളോട് വളരെ നന്ദിയുണ്ട്. എങ്ങനെയുണ്ട് ചൂട് കൂടുതലാ? ഇപ്പം കുറെ വർഷങ്ങളിലെ അനുഭവം അച്ഛനുണ്ടാവുമല്ലോ. അപ്പം ഈ വർഷം എനിക്ക് ഏറ്റവും കൂടുതൽ ചൂട് തോന്നിയത്. ഞാൻ ഇവിടെ തന്നെ പണിയുന്നവനാ. ആണോ? ഇവിടെ തന്നെ പണിയുന്ന ആൾക്കാരാണ്. അപ്പം ഈ വർഷം ഏറ്റവും കൂടുതൽ ചൂടുള്ള സമയമായിട്ടാണ് അച്ഛനും പറയുന്നത്. അതെ. മഴ വന്നു കഴിഞ്ഞാൽ മഴ ഏറ്റവും കൂടുതലും, ചൂട് വന്നു കഴിഞ്ഞാൽ ചൂട് ഏറ്റവും കൂടുതലും. മഴ വന്ന ഇടയ്ക്ക് പോലും ഇതല്ല. ചൂടെന്ന് പറഞ്ഞാൽ രാവിലെ ഇപ്പോഴും ചൂട് കുറഞ്ഞിട്ടില്ലല്ലോ സമയത്ത്. അൻവർ ഹുസൈൻ. എൻ്റെ പേര് ദിൽവാർ ഹുസൈൻ. വേറെ എവിടെയാ? നാട്ട് ആസാം. എൻ്റെ ആസാം. 2 ആസാമുകാരാണ് നല്ല കിടിലമായിട്ട് മലയാളം പറയുന്നത്. എത്ര നാളായി ഇപ്പൊ ഇവിടെ വന്നിട്ട്? ഇവിടെ ഒരു 1.5 വർഷമായി. എനിക്ക് 2.5 വർഷമായി. 2.5 വർഷമായി. സീനിയർ ഇവിടെയാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ സീനിയർ ഇവിടെ ജൂനിയർ ആണെന്നേ പറയത്തുള്ളൂ അല്ലേ? എങ്ങനെയുണ്ട് ചൂട് ഇപ്പം ഇച്ചിരി കൂടുതലാ. നേരത്തെ പോലെ ഇപ്പം ഭയങ്കര ചൂടുണ്ട്. നേരത്തെ ചെറുതായിട്ട് ചൂടുള്ളായിരുന്നു, ഇപ്പം ഇച്ചിരി കൂടുതലായിട്ട് ചൂടുണ്ട്. ഇവിടെ പറയട്ടെ,
ഈ എത്ര നാളുകൊണ്ട് ഈ മലയാളം പഠിച്ചെടുത്ത്? ഏറ്റവും കൂടുതൽ ഭാഷ പഠിക്കാനായിട്ട് പ്രയാസം എന്ന് പറയുന്നത് മലയാളം എന്നാണ് പറയുന്നത്. എത്ര നാളുകൊണ്ട് ഇത് പഠിച്ചെടുത്ത്? എനിക്ക് 3 മാസത്തിന് മലയാളം പഠിച്ചു. 3 മാസം കൊണ്ട് മലയാളം പഠിച്ചു? ഞാൻ പറഞ്ഞപ്പം അവിടെ മണിമല അവിടെ ജോലിയായിരുന്നു. പിന്നെ ഒരു മീൻകടലിൽ ജോലി ചെയ്തിരുന്നു. അപ്പം 3 മാസം 3.5 മാസമൊക്കെ ആയി ഇങ്ങനെ മലയാളമൊക്കെ പഠിച്ചു. പിന്നെ വേറെ കട കയറി അവിടെ മീൻകടലിൽ ജോലി ചെയ്തു. പിന്നെ ഇവിടെ വന്ന് ഒരു വർഷം കൂടുതൽ വെള്ളം കുടിക്കണം. അത് വെള്ളമൊക്കെ ഞങ്ങൾ മേടിച്ച് കുടിക്കാം. മുതലാളി ഇടയ്ക്ക് തന്ന വെള്ളമൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുതരും. ഫുഡൊക്കെ മുതലാളി കൊണ്ടുതരുന്നത് അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പം 2-3 ദിവസമായിട്ട് ഭയങ്കര ചൂടാണ്. 3-4 മാസമായി നമുക്ക് മലയാളം പഠിച്ചു. പിന്നെ നമുക്ക് എപ്പോഴും കടയുടെ ജോലിയാണ്. നേരത്തെ ചിക്കൻ കടയിലെ ജോലിയായിരുന്നു. പിന്നെ മീൻ കടല് തെങ്ങനായിലായിരുന്നു. ഇപ്പം അങ്ങനെ കട ജോലി ചെയ്തിട്ട് ആൾക്കാരെ സംസാരിച്ച് ഇപ്പം എല്ലാം മലയാളം എല്ലാം പഠിച്ചു. ഹിസ്റ്ററി പറയുമ്പോഴത്തേക്ക് ഇപ്പം പിന്നെ മാറ്റം ഇപ്പം ഇച്ചിരി ചൂട് കൂടുതലാണ്. പിന്നെ ഈ കൊറോണ ആയി പിന്നെ എല്ലാത്തിന്റെ ചൂടുണ്ടോ. ഇപ്പം ഇടയ്ക്ക് സ്ഥലത്തിന് ഇപ്പം വെള്ളമില്ല, വെള്ളം കുറവാ. കിണറിനകത്ത് ഇപ്പം വെള്ളം കാണത്തില്ല. നേരത്തെ കുറെ ആയിരുന്നു. ഇപ്പം മഴയില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഇപ്പം കുറെ നമ്മുടെ മുകളിൽ വീട്ടിലത്തെ കിണറിനകത്ത് വെള്ളമില്ല. ചോദിക്കട്ടെ, നിങ്ങൾ തമ്മിൽ ചൂടാകാറുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും? നിങ്ങളോട് മുതലാളി ചൂടാകാറുണ്ടോ? ഇല്ല, മുതലാളി ചൂടില്ല. ഇല്ല, മുതലാളിയും ചൂടാകാറില്ല, നിങ്ങൾ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടാകാറില്ല. എന്നാൽ നമുക്ക് ഇവരെ തമ്മിൽ ഒന്ന് ചൂടാക്കിച്ചാലോ? ചൂടില്ല. ഞാൻ ഇവിടുന്ന് ഒരു 2 കിലോ ഫ്രൂട്ട്സ് എടുത്തോണ്ട് ഓടിക്കഴിഞ്ഞാലോ? കുഴപ്പമില്ല. നിങ്ങളുടെ പണപ്പെട്ടി എടുത്തോണ്ട് പോയാലോ? കുഴപ്പമില്ലേ? ഇങ്ങനെ പറഞ്ഞിട്ടാ ഞാൻ എടുത്തോണ്ട് പോകുന്നു പറയും. അല്ല, എനിക്ക് അറിയാം നിങ്ങളെ കൊണ്ടുപോകത്തില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞ കുഴപ്പമില്ലെന്ന്. ആഹാ. നാഗരാജ് എങ്കിൽ എவ்வளோ നാളാച്ചു? ഇപ്പോൾ 5 വർഷമാച്ചു. ഇപ്പോൾ നല്ല ചൂടല്ലേ? ഈ ചൂടത്ത് എങ്ങനെയാണ് നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നത്? ഈ ടാർപ്പാളൊക്കെ മൂടി വെച്ചിട്ട് നമ്മൾ വെയിലുള്ള തണുപ്പുള്ള ഇടത്തിൽ മാറി നിൽക്കുന്നു. ടാർപ്പാള മൂടി വെച്ചിട്ട് നിൽക്കും അല്ലേ? അപ്പം കോഴിക്ക് ഒട്ടും ചൂട്. ഇപ്പം ഇത് ഏത് ടൈപ്പ് കോഴിയാണ് കിടക്കുന്നത്? നാടന്, ഗിരിരാജന്, ഗ്രാമശ്രീ, താറാവ് എല്ലാം ഉണ്ട്. ഇപ്പൊ ഈ ചൂട് കൂടിയിട്ട് ഇത് ചത്തു പോകുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടോ? അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല ഒത്തിരി. എന്തായാലും ചൂടായതുകൊണ്ട് കച്ചവടം എല്ലാം കുറവാ. ഇന്ന് എങ്ങനെയുണ്ട് കച്ചവടം? ചൂട് കാരണമാണോ ഈ കച്ചവടം കുറയുന്നത്? അറിയത്തില്ല, പറയാൻ. ഇത് നമ്മളിവിടെ തുടങ്ങിയിട്ട് ഒരു മാസം ആയതുള്ളായിരുന്നു. ജസ്റ്റ് ഒന്ന് നോക്കിയതാ തുടങ്ങി. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള നല്ല
കച്ചവടമുണ്ട്, നല്ലതായിട്ട് പോകുന്നുണ്ട്. അത്രയും ചൂട് കൂടിയുണ്ട്. അതെ ആൾക്കാരൊക്കെ ഇപ്പം നല്ലതാണ്, കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഫ്രൂട്ട്സ് ഇട്ടിട്ട് 2-3 ദിവസമായുള്ളൂ. അതിൻ്റെ ആയിട്ടുള്ള നല്ല കച്ചവടമുണ്ട് ഫ്രൂട്ട്സിന്. അതായത് തണ്ണിമത്തനാണെങ്കിൽ പോലും, ഓറഞ്ച് നല്ല കച്ചവടമാണ്. എല്ലാത്തിൻ്റെതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. പിന്നെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും അത് വാടിക്കരിഞ്ഞ് പോകത്തില്ലേ? വാടി പോകുന്ന സ്ഥിതിയിൽ വെയിൽ നമുക്ക് അടിക്കുന്നത് അത്ര ഇത് മാവുള്ളതുകൊണ്ട് നമ്മൾ വല്ല ഇതും വെയിലടിച്ചാൽ വാടിപ്പോകും, കൊള്ളത്തില്ല. മാങ്ങ ആണെങ്കിൽ പോലും വെയിൽ വാടിപ്പോയ പാടാം. പിന്നെ ഏറ്റവും കൂടുതൽ തണ്ണിമത്തം നമ്മുടെ നല്ല വെള്ളമല്ലേ, ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്നത് നല്ലത്. ഇപ്പോൾ ചൂടാണ്, ചേട്ടന് നമ്മുടെ വക തണുപ്പിക്കാനായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ? അതൊക്കെ കഴിക്കുന്ന മോശമല്ല. അപ്പോൾ ചേട്ടൻ നോക്കാം. ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധപ്പെടുത്തിക്കോട്ടെ. അതായത് നമ്മളൊക്കെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ കാൽനട യാത്രക്കാർ വരുമ്പോൾ ഒന്ന് വാഹനം നിർത്തി കൊടുക്കുക. അവർ പോയതിന് ശേഷം നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോകുക. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ചൂട് സമയത്ത് കാൽനട യാത്രക്കാർ വരുമ്പോഴത്തേക്കിനും അവരവിടെ റോഡിൽ നിർത്തുക എന്ന് പറയുന്നത് വലിയൊരു ശിക്ഷ പോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. ഞങ്ങൾ പോയ സമയത്ത് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കണ്ടിരുന്നു. അപ്പോൾ എന്തായാലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയും പുതിയ കണ്ടന്റുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൈനിങ് ഓഫ്, RJ ജോബി. താങ്ക് യു.